ഈ ഓൾഡ് ഏജ് ഹോമിൽ എല്ലാവരും ഈ വെറുക്കപ്പെട്ട് വരുന്നവരല്ല, സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നവരാണ്. നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെ ഇത് കണ്ടത്. നമുക്ക് ഒരു കുഴപ്പമില്ലാതെ അവസാനം വരെ പോകാൻ പറ്റും. പ്രായവർക്കൊരു കൂട്ടായല്ലോ, അത് വരുത്തുണ്ട്. ഒന്നായിരുന്നു, കൊള്ളായിരുന്നു. കണ്ണിൻ്റെ സിനിമ തന്നെയാണ്, അല്ല എടുത്തു പറയാൻ അങ്ങനെയൊന്നുമില്ല. സിനിമ കൊള്ളാം, കുഴപ്പമില്ല, നല്ലത് തന്നെ. അന്നത്തെ ഇഷ്ടപ്പെട്ടു. നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെ ഇത് കണ്ടത്. ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. പ്രായവർക്കൊരു കൂട്ടായി അങ്ങ് കാണാൻ ഒരിതുണ്ട്. പ്രായവർക്കൊരു കൂട്ടായല്ലോ, അത് വരുത്തുണ്ട്. മൂവി കൊള്ളാം. ലൈക്ക് ഇറ്റ് ആൻഡ് റിയലി എ ലൈഫ് സ്റ്റോറി. എടുത്തു പറയാനായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും, സ്വന്തം മക്കളായാലും ശരി തന്നെ, നമ്മൾ സേവിക്കാനുള്ളത് നമ്മൾ സേവിച്ച് നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ അവസാനം വരെ പോകാൻ പറ്റും എന്നുള്ളത് വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വരും തലമുറയ്ക്കും നമ്മളെ അമ്മമാർക്കുമൊക്കെ ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോഴത്തെ തലമുറ ഇത് കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. അമ്മമാരെല്ലാം ഹാപ്പിയാണ്. സാധാരണയായിട്ട് ഈ ഓൾഡ് ഏജ് ഹോമിൽ എല്ലാവരും ഈ വെറുക്കപ്പെട്ട് വരുന്നവരല്ല, സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നവരാണ്. പിന്നെ ഇത് പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നതാണ്. പിന്നെ ഒരൊറ്റ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു വിവാഹം ഓക്കെ, പക്ഷേ എങ്കിലും മക്കളുടെ അടുത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും ശരിക്കും ഓൾഡ് ഏജ് ഹോമല്ലേ നല്ലതെന്ന് തോന്നിപ്പോകും. കാരണം മക്കളുടെ അടുത്ത് പോയിട്ടും ലാസ്റ്റത്തെ ഒരു എപ്പിസോഡെന്ന് പറയുമ്പോൾ വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ്. കാരണം അല്ലേ, അതുമാത്രമേ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൂ.